ഹലോ മക്കളെ, എല്ലാ കൂട്ടുകാർക്കും ടെല്ല ക്ലാസ്സസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യനാണ് കണ്ടുകൊണ്ടിരുന്നത്. എല്ലാവരും എങ്ങനെയാണ്, പഠിക്കുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങളൊക്കെ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണേടാ. ഓക്കെ, ഞാൻ ഇവിടെ ഇങ്ങനെ വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണ്, നിങ്ങൾക്ക് ആ കാര്യം ക്ലിയർ ആയിട്ട് കിട്ടണം, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണം. അപ്പം നിങ്ങൾക്ക് എന്ത് സംശയം വന്നാലും ഏത് സമയത്താണെങ്കിലും ചോദിക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നു വരാം. ദാ നോക്കിക്കേ മക്കളെ, ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ ഓഫ് ഓൾ ബുക്സ് ഇൻ എ ലൈബ്രറി ഓഫ് എ കോളേജ് given by relation തന്നിരിക്കുന്നത് r equal to set of all ordered pair xy such that x and y have same number of pages is an equivalence relation എന്ന് നമുക്ക് കാണിക്കണം. അപ്പം ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ദ ബുക്സ്, സെറ്റ് ഓഫ് ഓൾ ദ ബുക്സ് ഇൻ ലൈബ്രറി ഓഫ് എ കോളേജ്. ഒരു കോളേജ് ലൈബ്രറിയിലുള്ള എല്ലാ ബുക്കുകളുടെയും കളക്ഷനാണ് നമ്മുടെ സെറ്റ് എ എന്ന് പറയുന്നത്. ഇനി എ കോമ ബി, ഓർഡേർഡ് പെയർ എ കോമ ബി നമ്മുടെ റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഓർഡേർഡ് പെയർ എക്സ് വൈ എന്നോ എ ബി എന്നോ എന്തുവേണം എടുക്കാം, ഇത്രയേ ഉള്ളൂ. എ ആൻഡ് ബി have same number of pages. സെയിം നമ്പർ ഓഫ് പേജ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ഓർഡേർഡ് പെയർ എ ബി എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് നമ്മുടെ റിലേഷനിലെ അംഗമാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിത് എന്താണ് കാണിക്കേണ്ടത്? ഷോ ദാറ്റ് ഇക്വലൻസ് റിലേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇക്വലൻസ് റിലേഷൻ ആണ് തരിക. അപ്പൊ ഇത് റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്, നമ്മൾ എഴുതി പ്രൂവ് ചെയ്യണം. അത് ഞാൻ എടുക്കുന്നു റിഫ്ലക്സീവിന്. ലെറ്റ് എ ബിലോങ്സ് ടു സെറ്റ് എ. അപ്പൊ ഇവിടെ ഞാൻ നോക്കുന്നത് എ എന്ന് പറയുന്ന എലമെന്റ് ഈ റിലേഷനിൽ ഉണ്ടോ ഇല്ലയോ എന്നതാണ്. നിങ്ങൾ നോക്കിക്കേ, ഒരേപോലത്തെ രണ്ട് ബുക്ക് എടുത്തു. അതായത് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ബുക്ക് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ രണ്ടിനകത്ത് സെയിം നമ്പർ ഓഫ് പേജസ് ആയിരിക്കില്ലേ? അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താണ്? ബുക്ക് എ ആൻഡ് എ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ് ആയിരിക്കും. അതായത് സെയിം ബുക്കിന് എപ്പോഴും സെയിം ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് എപ്പോഴും എന്തായിരിക്കും? സെയിം നമ്പർ ഓഫ് പേജസ് ആയിരിക്കില്ലേ? സെയിം നമ്പർ ഓഫ് പേജസ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ കോമ എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബിലോങ്സ് ടു എ. ഈ സെറ്റിലെ ഏതൊരു എ എന്ന് പറയുന്ന സെറ്റിൽ ഏതൊരു എലമെന്റ് എടുത്താലും അത് അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ ഇതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. നമുക്ക് കിട്ടി. ഇനി അടുത്ത എന്ത് നോക്കാം മക്കളെ? സിമെട്രിക് ആണ് എന്ന് നോക്കാം. നമ്മൾ എന്തെടുക്കുന്നു? ലെറ്റ് എ കോമ ബി ബിലോങ്സ് ടു ആർ എന്ന് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എ ആൻഡ് ബി ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. എക്കും ബിക്കും എന്താണ്? സെയിം നമ്പർ ഓഫ് പേജസ്. എക്കും ബിക്കും സെയിം നമ്പർ ഓഫ് പേജസ് ആണെന്ന് പറയുന്നതും ബിക്കും എക്കും സെയിം നമ്പർ ഓഫ് പേജസ് ആണെന്ന് പറയുന്നതും ശരിയല്ലേ? അതായത് ബുക്ക് എക്കും ബുക്ക് ബിക്കും സെയിം നമ്പർ ഓഫ് പേജ് എന്ന് പറയുന്നതും ബുക്ക് ബിക്കും ബുക്ക് എക്കും സെയിം നമ്പർ ഓഫ് പേജ് എന്ന് പറയുന്നത് സെയിം ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ബി ആൻഡ് എ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ് എന്ന് തന്നെയാണ്. That implies B, എയും ബിലോങ്സ് ടു ആർ ആയിരിക്കും. അതായത് എപ്പോഴൊക്കെ എ ബി, ഓർഡേർഡ് പെയർ എ ബി നമ്മുടെ റിലേഷനിലുണ്ടോ അപ്പോഴൊക്കെ എന്തുമായിരിക്കും ഇവിടെ? ബി എയും നമ്മുടെ റിലേഷനിലുണ്ട്. നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? ഇതെന്താണ്? സിമെട്രിക്. ഇത് ഇവിടെ എന്ത് പറയാൻ പറ്റും? ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു എ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇത് സിമെട്രിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് എന്താ ഉള്ളത്? ട്രാൻസിറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ എടുക്കുന്നു ലെറ്റ് എ കോമ ബി ആൻഡ് ബി കോമ സി ബിലോങ്സ് ടു ആർ എന്ന് എടുത്തു. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഓർഡേർഡ് പെയർ എ സി ഇതിന്റെ അകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെ എലാബറേറ്റ് ചെയ്ത് എഴുതാം. എന്താ നോക്കിക്കേ, എ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എ ആൻഡ് ബി ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ് എന്നാണ്. ബി ആൻഡ് സി ഓർഡേർഡ് പെയർ ബി സി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ബി ആൻഡ് സി ഹാസ് സെയിം നമ്പർ ഓഫ് പേജസ്. ബുക്ക് എക്കും ബുക്ക് ബിക്കും സെയിം നമ്പർ ഓഫ് പേജസ്, ബുക്ക് ബിക്കും ബുക്ക് സിക്കും സെയിം നമ്പർ ഓഫ് പേജസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബുക്ക് എക്കും ബുക്ക് സിക്കും സെയിം നമ്പർ ഓഫ് പേജസ് എന്ന് തന്നെ അല്ലേടാ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നോക്കുക, ദാറ്റ് ഇംപ്ലൈസ് എ ആൻഡ് സി ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ് എന്ന് തന്നെയാണ്. അതിന്റെ അർത്ഥം എന്താണ്? എ സി ബിലോങ്സ് ടു ആർ. ഞാൻ ഇവിടെ എടുത്ത എ ബി, ഓർഡേർഡ് പെയർ എ ബി, ഓർഡേർഡ് പെയർ ബി സി എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ജസ്റ്റ് റാൻഡം നമ്പേഴ്സ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോർ ഓൾ എ ബി സി ബിലോങ്സ് ടു എക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യും. therefore ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. therefore ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ എന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ?
സെറ്റ്. അപ്പൊ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ 1 2 3 4 5 given by set r equal to set of all ordered pair a b such that modulus of a minus b is even is an equivalence relation. അതോടൊപ്പം തന്നെ കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഷോ ദാറ്റ് all the elements of set 1 3 5 are related to each other and all elements of set 2 4 are related to each other, but no element of set 1 3 5 is related to any element of 2 4. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കേ വേണ്ടടാ. ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചതിന്റെ അകത്തുള്ള കാര്യം വളരെ സിമ്പിൾ ആണ്. നമുക്ക് ആദ്യം ഈ തന്നിരിക്കുന്ന റിലേഷൻ, ഈ സെറ്റിന്റെ മേൽ പറഞ്ഞിരിക്കുന്ന ഈ റിലേഷൻ ഈക്വലൻസ് ആണെന്ന് വളരെ സമാധാനത്തിൽ പ്രൂവ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ സെറ്റ് എന്താണ്? സെറ്റ് എന്ന് പറയുന്ന സെറ്റ് എ ഈക്വൽ ടു 1 2 3 4 5 ആണ്. നമ്മുടെ റിലേഷൻ, അതായത് ഓർഡേർഡ് പെയർ എ ബി ഈ റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കണം. ഇവിടെ എനിക്ക് മോഡുലസിന്റെ ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതായത് എ മൈനസ് ബി എന്നുള്ളത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, മോഡുലസ് ഓഫ് എ മൈനസ് ബി എപ്പോഴും എന്തായിരിക്കും മക്കളെ? പോസിറ്റീവ് ആയിരിക്കും. ആ ഒരു വസ്തുത മനസ്സിൽ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ചോദ്യത്തിലേക്ക് വരാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? റിഫ്ലക്സീവിലേക്ക് തന്നെ കടന്നു വരാം. നമ്മൾ എന്തെടുക്കുന്നു? ലെറ്റ് എ ബിലോങ്സ് ടു എ എന്ന് എടുത്തു. ഓക്കെ ആണല്ലോ. നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഓർഡേർഡ് പെയർ എ എ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നല്ലേ? ഓർഡേർഡ് പെയർ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഓർഡേർഡ് പെയർ എ എ ഇതിൻ്റെ അകത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എ മൈനസ് എ എന്തായിരിക്കണം? ഈവൻ ആയിരിക്കണം. എന്താണ് മോഡുലസ് ഓഫ് എ മൈനസ് എ? മോഡുലസ് ഓഫ് 0. അത് 0 തന്നെയാണ്. 0 എന്ന് പറഞ്ഞ എപ്പോഴും എന്താണ്? ഞാൻ പറഞ്ഞത് ഒരു ഈവൻ നമ്പർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എ എന്ന് പറഞ്ഞ റാൻഡം ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഓർഡേർഡ് പെയർ എ എ ബിലോങ്സ് ടു ആർ ഫോർ എവരി. ഫോർ എവരിയുടെ ഷോർട്ട് സിമ്പിൾ ആണ് കേട്ടോ ഇത്. ഫോർ എവരി എ ബിലോങ്സ് ടു എ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇത് ഫോർ എവരി എന്നാണ്, ഫോർ ഓൾ അല്ലെങ്കിൽ ഫോർ എവരി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ നിന്ന് ഇത് റിഫ്ലക്സീവ് ആണ് എന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിച്ചു. നമുക്ക് എന്ത് നോക്കാം മക്കളെ? സിമെട്രിക്കിന്റെ കാര്യം നോക്കാം. നമ്മൾ എന്തെടുക്കുന്നു? ലെറ്റ് ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ദ റിലേഷൻ ആർ എന്ന് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു ഈവൻ ആണെന്നാണ്. ഓക്കെ ആണല്ലോ. എടാ മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നതും മോഡുലസ് ഓഫ് ബി മൈനസ് എ എന്ന് പറയുന്നതും രണ്ടും സെയിം അല്ലേ? അതുകൊണ്ടാണ് ഈ മോഡുലസിന്റെ കാര്യം ഇവിടെ കൃത്യമായിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യണേ എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. ഞാൻ കാണിച്ചു തരാം. മോഡുലസ് ഓഫ് 2 മൈനസ് 1 എന്താണ്? 1 ആണ്. മോഡുലസ് ഓഫ് 1 മൈനസ് 2 എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് മൈനസ് 1 ദാറ്റ് ഈസ് 1 തന്നെയാണ്. കാരണം മോഡുലസ് എപ്പോഴും എന്ത് ചെയ്യും? നെഗറ്റീവിനെ കൊന്നുകളയും അല്ലെങ്കിൽ നെഗറ്റീവിനെ പുറം തള്ളും. അപ്പൊ ഇതും 1 ആണ്, ഇതിലും 1 ആണ്. അപ്പൊ മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാലും മോഡുലസ് ഓഫ് ബി മൈനസ് എ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അത് മോഡുലസിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് തിരിച്ചിട്ടാലും ശരി തന്നെയായിരിക്കും. മോഡുലസ് ഓഫ് ബി മൈനസ് എയും സ്റ്റിൽ എന്ത് തന്നെയായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നിങ്ങൾ ഇവിടെ ഈവൻ നമ്പർ എടുത്ത് 2 മോഡുലസ് ഓഫ് 2 മൈനസ് 4 എന്താണ്? ഇവിടെ 2 ആണ്. മോഡുലസ് ഓഫ് 4 മൈനസ് 2 അതെന്താണ്? ഇവിടെ 2 വരും, ഇവിടെയും 2 തന്നെ വരും. രണ്ടും ഈവൻ തന്നെയാണ്. അപ്പൊ മോഡുലസ് ഓഫ് 2 മൈനസ് 4 എന്ന് പറഞ്ഞാലും മോഡുലസ് ഓഫ് 4 മൈനസ് 2 എന്ന് പറഞ്ഞാലും രണ്ടും ഈവൻ തന്നെയാണ്. ആ ഒരു എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈവൻ ആണെങ്കിൽ മോഡുലസ് ഓഫ് ബി മൈനസ് എയും ഈവൻ ആയിരിക്കും എന്ന് പറയാനായിട്ട് സാധിക്കും. മോഡുലസ് ഓഫ് ബി മൈനസ് എ ഈവൻ ആണെന്ന് പറഞ്ഞാൽ ബി എ ബിലോങ്സ് ടു ആർ എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ എന്താണ്? ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു എ എന്ന് പറയാനായിട്ട് സാധിക്കും. ആ മൊമെന്റിൽ നിങ്ങൾക്ക് പറയാം ഇതെന്താണ്? സിമെട്രിക് ആണ് എന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്താണ് നോക്കേണ്ടത്? ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഞാൻ എടുക്കുന്നു ലെറ്റ് എ കോമ ബി ആൻഡ് ബി കോമ സി ബിലോങ്സ് ടു ആർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എ കോമ സി ബിലോങ്സ് ടു ആർ എന്ന് പ്രൂവ് ചെയ്യണം. മക്കളെ എ കോമ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ അർത്ഥം എ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈവൻ ആണെന്നാണ്. അതിന്റെ അർത്ഥം എന്താണെടാ? എ മൈനസ് ബി ഉറപ്പായിട്ടും എപ്പോഴും ഈവൻ ആയിരിക്കും. നിങ്ങൾ നോക്കിക്കേ, മോഡുലസ് ഓഫ് 2 മൈനസ് 4 ഈവൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താണ്? 2 മൈനസ് 4 എന്ന് പറഞ്ഞാൽ -2 ആണ്. -2 ഒരു നെഗറ്റീവ് നമ്പർ ആണ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ സ്റ്റിൽ -2 ഒരു ഈവൻ ആണ്. അപ്പൊ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കേണ്ട. ഈ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈവൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കിടക്കുന്ന എ മൈനസ് ബി എപ്പോഴും ഈവൻ ആയിരിക്കും. കണക്ട് ആയോ? ഇനി മോഡുലസ് ഓഫ് ബി മൈനസ് സി ഓർഡേർഡ് പെയർ ബി സി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മോഡുലസ് ഓഫ് ബി മൈനസ് സി ഈവൻ ആണെന്നാണ്. അതിന്റെ അർത്ഥം എന്താണ് മക്കളെ? ബി മൈനസ് സി ഈവൻ ആയിരിക്കും എന്നാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ രണ്ട് റിലേഷൻ കിട്ടി. ഞാൻ ഇത് രണ്ട് സൈഡ് ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. അതായത് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ചെയ്യുന്നു. ഈവൻ നമ്പർ പ്ലസ് ഈവൻ നമ്പർ നമ്മൾ ആദ്യമേ കണ്ടു. എന്താണ്? രണ്ട് ഈവൻ നമ്പർ ആഡ് ചെയ്താൽ വീണ്ടും അത് ഈവൻ നമ്പർ തന്നെയാണ്. ഇവിടെ മൈനസ് ബിയും പ്ലസ് ബിയും പോയിട്ട്
എ മൈനസ് സി ഈവൻ എന്ന് കിട്ടും. എ മൈനസ് സി ഈവൻ ആണെങ്കിൽ എപ്പോഴും മോഡുലസ് ഓഫ് എ മൈനസ് സിയും ഈവൻ ആയിരിക്കും. അതുകൊണ്ട് എ സി ബിലോങ്സ് ടു ആർ എന്ന് കണ്ണും പൂട്ടി പറയാനായിട്ട് സാധിക്കും. ഇവിടെ എന്താണ്, ഫോർ ഓൾ, ഇത് 3 റാൻഡം ആയതുകൊണ്ട് ഫോർ ഓൾ എ ബി സി ബിലോങ്സ് ടു എ എന്ന് പറയാൻ പറ്റും. therefore ഈ റിലേഷൻ എന്താണ്, സിമെട്രിക് ആണ്. hence R is an equivalence relation എന്ന് പറയാനായിട്ട് സാധിക്കും. R എന്ന് പറയുന്ന റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. ഇനി സെറ്റ് 1 3 5 എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് ഓരോ എലമെന്റും അതിനോട് തന്നെ റിലേറ്റഡ് ആണെന്ന് കാണിക്കണം. അതായത് ഷോ ദാറ്റ് ഓൾ എലമെന്റ്സ് ഓഫ് 1 3 5 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. അത് നമ്മൾ എഴുതി കാണിക്കേണ്ട, നമുക്കൊരു പ്രധാനപ്പെട്ട വസ്തുത നോക്കിയാൽ മതി. നിങ്ങൾ ഏത് രണ്ട്, അതായത് ഡിഫറൻസ് ഓഫ് ഈ ഒരു വസ്തുത, ഡിഫറൻസ് ഓഫ് എനി 2 ഓഡ് നമ്പേഴ്സ് ആർ ഈവൻ, അതായത് ഏത് 2 ഓഡ് നമ്പർ എടുത്ത് സബ്ട്രാക്ട് ചെയ്താലും എപ്പോഴും കിട്ടുക ഈവൻ നമ്പർ ആണ്. ഇവിടെ നോക്കിക്കോ, 1 - 1 0, 3 - 3 0, 5 - 5 0 ആണ്. ഇനി നിങ്ങൾ ഡിഫറെന്റ് എലമെന്റ് എടുത്തോ. 1 - 3 എന്ന് പറഞ്ഞാൽ -2 ആണ്. 3 - 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഏത് വേണമെങ്കിലും എടുക്കാം, ഓർഡർ കുഴപ്പമില്ല, നെഗറ്റീവ് പോസിറ്റീവ് വരുന്നുള്ളൂ. ഇനി നോക്കുക, 1 - 5 -4 ആണ്. 3 - 5 -2 ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഏത് 2 എലമെന്റ് എടുത്ത് ഓർഡേഡ് പെയർ ഉണ്ടാക്കി സബ്ട്രാക്ട് ചെയ്താലും അത് ഈവൻ നമ്പർ ആണ്. അപ്പൊ അതിന്റെ മോഡുലസും എന്ത് തന്നെയായിരിക്കും, ഈവൻ ആയിരിക്കും. ഈ മോഡുലസ് ഈവൻ ആയിരിക്കും. ഇതിന്റെ മോഡുലസ് എടുത്താലും സ്റ്റിൽ ഈവൻ നമ്പർ തന്നെയായിരിക്കും എന്നുള്ള വസ്തുത ക്ലിയർ ആയിട്ട് മനസ്സിലായി. അപ്പൊ അങ്ങനെ നോക്കി വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇവിടെ ഡിഫറൻസ് ഓഫ് എനി 2 ഓഡ് നമ്പേഴ്സ് ആർ ഈവൻ. therefore ഈ സെറ്റിനെ ഞാനിപ്പോ ബി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, all elements, therefore all elements in B are related to each other എന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഞാൻ ചുമ്മാ ബി എന്ന് വിളിച്ചാണ് കേട്ടോ. ഇനി അടുത്ത എന്താണ്, ദാ നോക്കുക, ഞാൻ C = സെറ്റ് 2, 4 എന്ന് വിളിക്കുന്നു. നിങ്ങൾ നോക്കുക, ഏത് 2 ഈവൻ നമ്പർ എടുത്ത് സബ്ട്രാക്ട് ചെയ്താലും നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നത് ഈവൻ നമ്പർ തന്നെയായിരിക്കും. അതൊരു മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ഡിഫറൻസ് ഓഫ് എനി 2 ഈവൻ നമ്പേഴ്സ് ആർ ഈവൻ, അതായത് ഏത് 2 ഈവൻ നമ്പർ എടുത്ത് സബ്ട്രാക്ട് ചെയ്താലും എപ്പോഴും എന്തായിരിക്കും, ഈവൻ നമ്പർ തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഓൾ എലമെന്റ്സ്. നിങ്ങൾ നോക്കിക്കേ, 2 - 4 എന്താണ്, -2, അതിന്റെ മോഡുലസ് എടുത്താൽ വീണ്ടും അത് ഈവൻ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. therefore നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ അകത്ത് ഇനി 2, 2 -2 0 ആണ്, 4 - 4 0 ആണ്. ഏത് 2 പേർ എടുത്താലും അതായത് സി എന്ന് പറയുന്ന ഏത് എലമെന്റ്, സി എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റും എന്താണ്, റിലേറ്റഡ് ടു ഈച്ച് അതർ ആണ്. ഏത് 2 കോമ്പിനേഷൻ എടുത്താലും റിലേറ്റഡ് ടു ഈച്ച് അതർ ആണ്. ഓൾ എലമെന്റ്സ് ഇൻ സി ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ എന്ന് പറയാനായിട്ട് സാധിക്കും. ഏത് റിലേഷനെ ബേസ് ചെയ്താണ്, ഈ റിലേഷനെ ബേസ് ചെയ്താണ് പറയുന്നത്. ഇനി നമുക്ക് കാണിക്കേണ്ടത് നോ എലമെന്റ്സ്, അതായത് ബി എന്ന് പറയുന്ന സെറ്റ് ഏതാണ്, 1 3 5. അതിലെ ഒരു എലമെന്റ് ഞാൻ എടുത്തു. ഇനി ആൻഡ് C = 2, 4 എന്നതിലെ ഒരു എലമെന്റ് ഞാൻ എടുത്തു. അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന ഓർഡേർഡ് പെയർ, അതായത് നോ എലമെന്റ് ഓഫ് സെറ്റ് 1 3 5 ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഇൻ 2 4. അതായത് നിങ്ങൾ ഏതൊരു ഓഡ് നമ്പറും ഈവൻ നമ്പറും സബ്ട്രാക്ട് ചെയ്താലും നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നത് എന്തായിരിക്കും, ഓഡ് നമ്പർ ആയിരിക്കും. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഓഡ് ആൻഡ് ഈവൻ നമ്പർ ഈസ് ഓൾവേസ് ഓഡ്. നിങ്ങൾ ഏതൊരു ഈവൻ നമ്പറും ഓഡ് നമ്പർ എടുത്ത് സബ്ട്രാക്ട് ചെയ്താലും നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്ന ഓഡ് നമ്പർ ആയിരിക്കും. അപ്പം ഈ ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്നും സി എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ഓരോ എലമെന്റ് എടുത്ത് ഉണ്ടാക്കുന്ന ഓർഡേർഡ് പെയർ ഒരിക്കലും നമ്മുടെ റിലേഷൻ ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് നോ എലമെന്റ് ഓഫ് ബി ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഇൻ സി എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ എനി ഓഡ് ആൻഡ് ഈവൻ നമ്പർ ഈസ് ഓൾവേസ് ഓഡ് ആയതുകൊണ്ട് നമുക്ക് എന്താണ്, ഈവൻ ആണെങ്കിൽ മാത്രമേ റിലേഷനിൽ വരുള്ളൂ. അപ്പൊ ആ ക്വസ്റ്റ്യൻ അതോടുകൂടി കഴിഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ കണ്ടോ, ക്വസ്റ്റ്യൻ എത്രമാത്രം നിസ്സാരമായിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നു വരാം. Show that each of the relation R in the set A equal to set of all ordered pair X belongs to Z 0 less than or equal to X less than or equal to 12 given by relation R equal to ordered pair AB such that A minus B is multiple of 4. അതൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കണം. ആൻഡ്
ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബിയും ഇക്വലൻസ് റിലേഷൻ എന്ന് കാണിക്കണം. അത് മാത്രമല്ല ഫൈൻഡ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു 1 ഇൻ ഈച്ച് കേസ്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഇത് നമ്മുടെ സെറ്റിനെ പറ്റി നമുക്കൊരു ധാരണ കിട്ടി. എ ഈക്വൽ ടു ഓർഡേഡ് പെയർ എ ഈക്വൽ ടു സെറ്റ് ഇൻഡിജേഴ്സ് ആണ് 0 മുതൽ 0 1 2 അങ്ങനെ എവിടം വരെ പോകും? 12 വരെ പോകും. നമ്മുടെ ആദ്യത്തെ റിലേഷൻ അതായത് ഫസ്റ്റ് കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കേസിലെ എ ബി ബിലോങ്സ് ടു ആർ ആകണമെങ്കിൽ മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കണം. എം ഓഫ് 4 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 4. നമുക്ക് എന്ത് ചെയ്യാം? അത് ഇക്വലൻസ് ആണെന്നാണ് നമുക്ക് ആദ്യം കാണിക്കേണ്ടത്. നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ നോക്കുക, ലെറ്റ് എ ബിലോങ്സ് ടു എ, കുഴപ്പമില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നു? എ മൈനസ് എ കോമ എ ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എ കോമ ഇതിൻ്റെ അകത്തുണ്ടോ എന്താവണം? മോഡുലസ് ഓഫ് എ മൈനസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കണം. മോഡുലസ് ഓഫ് എ മൈനസ് മോഡുലസ് ഓഫ് 0 എന്ന് പറയുന്ന ഏതൊരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 0 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. ഇവിടെ നമ്മൾ എടുത്ത എക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ മക്കളെ? ഒരു പ്രത്യേകതയില്ല, ജസ്റ്റ് റാൻഡം ആയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോർ ഓൾ എ ബിലോങ്സ് ടു എക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അതായത് എ ബിലോങ്സ് ടു ആർ ആയിരിക്കും. ദെയർഫോർ ഇത് റിഫ്ലക്സീവ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ എടുക്കുന്നു ലെറ്റ് എ കോമ ബി ബിലോങ്സ് ടു ആർ. അതിന്റെ അർത്ഥം എന്താണ് മക്കളെ? മോഡുലസ് ഓഫ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആണെന്നാണ്. ഞാൻ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു. മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നതും മോഡുലസ് ഓഫ് ബി മൈനസ് എന്ന് പറയുന്നത് സെയിം ആണ്. മോഡുലസ് ഓഫ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആയാൽ മോഡുലസ് ഓഫ് ബി മൈനസ് എയും ഉറപ്പായിട്ടും മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയായിരിക്കും. കാരണം അത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ബി കോമ എ, മോഡുലസ് ഓഫ് ബി മൈനസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ ബി കോമ എ ബിലോങ്സ് ടു ആർ ആയിരിക്കും. ഇവിടെ ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു എ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെയർഫോർ ഈ റിലേഷൻ വ്യക്തമായും സിമെട്രിക് ആയിരിക്കുമെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്താ നോക്കുക, എ കോമ ബി ആൻഡ് ബി കോമ സി ബിലോങ്സ് ടു ആർ എന്ന് ഞാൻ എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? മോഡുലസ് ഓഫ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. മോഡുലസ് ഓഫ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ ഉറപ്പായിട്ടും എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. എങ്കിൽ മാത്രമേ മോഡുലസ് ഓഫ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആവുള്ളൂ. എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആയാൽ മാത്രമേ മോഡുലസ് ഓഫ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആവുകയുള്ളൂ. അതുപോലെ തന്നെ ബി സി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ബി മൈനസ് സി മൾട്ടിപ്പിൾ ഓഫ് 4 എന്നാണ്. അതിൽ നിന്ന് എന്ത് പറയാം മക്കളെ? ബി മൈനസ് സി മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. ഇത് രണ്ടും ഞാൻ ആഡ് ചെയ്യുന്നു. എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 4 പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറഞ്ഞാൽ എഗെയിൻ മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. 4 പ്ലസ് 8 12 എഗെയിൻ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ? സോ ആ അൽഗോരിതം വെച്ചിട്ട് നമുക്ക് ഇത് മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറയാൻ പറ്റും. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ മൈനസ് ബി പ്ലസ് ബി ക്യാൻസൽ ആയി പോയിട്ട് എ മൈനസ് സി മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് കിട്ടും. എ മൈനസ് സി മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ മോഡുലസ് ഓഫ് എ മൈനസ് സിയും തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. അതിൽ നിന്നും എ സി ബിലോങ്സ് ടു ആർ എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം. For all A, B, C belongs to set A എന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. Therefore ഇതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. Therefore R is ഈക്വലൻസ് റിലേഷൻ. ആർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിച്ചു. ഇനി എന്താണ് ഈ പറയുന്ന റിലേഷന്റെ അകത്ത് 1ഉമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സിനെയാണ് നമുക്ക് കാണേണ്ടത്. അതായത് മോഡുലസ് ഓഫ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആയിട്ടുള്ള റിലേഷനിൽ 1ഉമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പൊ ഇതിന്റെ അകത്ത് എന്താണ്? ഒരു എലമെന്റ് 1 ആണ്. ഇനി 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇതിനകത്തുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 മുതൽ 12 വരെ പോകും. 1 മൈനസ് 1 എടുത്തു കഴിഞ്ഞാൽ 0 ആണ് വരുന്നത്. അപ്പൊ 1 റിലേറ്റഡ് ടു 1 ആണ്. അത് 1 ബിലോങ്സ് ടു ആർ ആണ്. ഇനി എടുത്ത് 1 മൈനസ് 2 എടുത്താൽ വരുമോ? ഇല്ല. 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്, മൾട്ടിപ്പിൾ ഓഫ് 4 അല്ല. 1 മൈനസ് 3 എന്താണ്? -2 ആണ്, പറ്റില്ല. 1 മൈനസ് 4 -3 ആണ്. 1 മൈനസ് 5 -4 ആണ്, അത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അതായത് മോഡുലസ് ഓഫ് 1 മൈനസ് 5 എന്ന് പറയുന്നത് 4 എന്ന്, മോഡുലസ് ഓഫ് -4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അതൊരു മൾട്ടിപ്പിൾ ഓഫ് 4 ആയതുകൊണ്ട് 1 മൈനസ് 5, മോഡുലസ് ഓഫ് 1 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 4 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? 1,5 ബിലോങ്സ് ടു ആർ എന്ന് പറയാൻ പറ്റും. ഇനി 1 മൈനസ് 6 എടുത്താൽ വരുമോ? ഇല്ല. 1 മൈനസ് 7 മൾട്ടിപ്പിൾ ഓഫ് 4 ആണോ? അല്ല. 1,8 എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 8 -7 വരും, അത് മൾട്ടിപ്പിൾ ഓഫ് 4 അല്ല. 1,9 എടുത്താൽ 1 മൈനസ് 9 -8 എന്ന് വരും. അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ 8 എന്ന് വരും, മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് 1 മൈനസ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 8 ആണ്. 8 ആയതുകൊണ്ട് 1,9 ബിലോങ് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അതുകൊണ്ട് 1,9 ബിലോങ്സ് ടു ആർ എന്ന് വരും. 1,9
1,10 എടുത്താൽ പറ്റുമോ? ഇല്ല. 1 - 10 -9 വരും. 1,11 എടുത്താൽ വരുമോ? ഇല്ല. -10 എന്ന് വരും. 1,12 എടുത്താൽ വരുമോ? ഇല്ല. എന്താണ്? -11 എന്ന് വരും. അപ്പൊ നമുക്ക് എന്താണ് 1 റിലേറ്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് എന്ന് പറയുന്ന ആ 1 റിലേറ്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സുകൾ എടുത്തു കഴിഞ്ഞാൽ 1, 5, 9 എന്നത് മാത്രമേ ഉള്ളൂ. ഈ സെറ്റിനെ വേണമെങ്കിൽ ബി എന്ന് വിളിക്കാം. അതായത് നമ്മുടെ 1 റിലേറ്റ് ചെയ്തിരിക്കുന്ന ഈ റിലേഷനിൽ 1 റിലേറ്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? 1, 5, 9. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ നമ്മുടെ ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ ആകണമെങ്കിൽ, ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ ആവണമെങ്കിൽ എന്തായിരിക്കണം? എ ഈക്വൽ ടു ബി ആയിരിക്കണം. നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ എന്തെടുക്കുന്നു? ലെറ്റ് എ ബിലോങ്സ് ടു എ എന്ന് എടുക്കുന്നു. എ കോമ എ ഇതിനകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എ കോമ ഇതിനകത്തുണ്ടോ? എ ഈക്വൽ ടു എ ആയിരിക്കണം. കാരണം എ ഈക്വൽ ടു ബി ആണെന്നല്ലേ? ഉറപ്പായിട്ടും ഇത് ശരിയാണ്. therefore എ കോമ എ ബിലോങ്സ് ടു ആർ. ഫോർ ഓൾ എ ബിലോങ്സ് ടു എ എന്ന് പറയാൻ പറ്റും. സോ ഇതെന്താണ് മക്കളെ? തീർച്ചയായും എപ്പോഴും റിഫ്ലക്സീവ് ആയിരിക്കും എന്ന് പറയാനായിട്ട് സാധിച്ചു. ഇനി എന്ത് ചെയ്യാം? സിമെട്രിക് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ എന്ന് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എ ഈക്വൽ ടു ബി. എ ഈക്വൽ ടു ബി എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ബി ഈക്വൽ ടു എ ആയിരിക്കും എന്ന് തന്നെയല്ലേ? ബി ഈക്വൽ ടു എ ആണെങ്കിൽ ബി എ ബിലോങ്സ് ടു ആർ ആയിരിക്കും. സിമെട്രിക് കഴിഞ്ഞു. ഇവിടെ എന്താണ്? ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു എക്ക് ഇതിങ്ങനെ തന്നെയായിരിക്കും. therefore നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഇത് സിമെട്രിക് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താണ്? ട്രാൻസിറ്റീവ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ട്രാൻസിറ്റീവ് ഞാൻ എടുക്കുന്നു. എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ എന്ന് എടുക്കുന്നു. എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു ബി ആണ്. ബി സി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ ബി ഈക്വൽ ടു സി ആണ്. ഒരുമിച്ച് എഴുതിയാൽ എ ഈക്വൽ ടു ബി, ആ ബി ഈക്വൽ ടു സി. അതിന്റെ അർത്ഥം എന്താണ് മക്കളെ? എ ഈക്വൽ ടു സി എന്ന് തന്നെയല്ലേ? ദാറ്റ് ഇംപ്ലൈസ് ഓർഡേർഡ് പെയർ എ സി ബിലോങ്സ് ടു ആർ എന്ന് കിട്ടി. ഫോർ ഓൾ എ ബി സി ബിലോങ്സ് ടു എ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പം ഇതെന്താണ് മക്കളെ? തീർച്ചയായിട്ടും ട്രാൻസിറ്റീവ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. therefore റിഫ്ലക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആർ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ റിലേഷനിൽ 1 റിലേറ്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് എ ഈക്വൽ ടു ബി എന്നുള്ളത്, അതായത് എ ഈക്വൽ ടു 1 എന്ന് എടുത്താൽ 1 ഈക്വൽ ടു, പിന്നെ ഇതെന്താണ്? 1 തന്നെ, 1 മാത്രമല്ലേ ആവുള്ളൂ. അതായത് 1 റിലേറ്റ് ചെയ്തിരിക്കുന്ന ആ സെറ്റിനെ ഞാൻ ബി എന്ന് വിളിച്ച് അതിൻ്റെ അകത്ത് 1 മാത്രമേ വരുള്ളൂ. കാരണം എ ഈക്വൽ ടു ബി എന്നുള്ളതാണ് റിലേഷൻ. അപ്പൊ 1 റിലേറ്റ് ചെയ്തിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സിംഗിൾട്ടൺ 1 മാത്രമാണ്. ഓക്കെ ആണോ? ആ ക്വസ്റ്റ്യനും ക്ലിയർ ആയി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എല്ലാവരും പവറായിട്ട് കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉറച്ചു വിശ്വസിക്കുന്നു കൂടെ ഉണ്ടെന്ന്. ഓക്കെ മക്കളെ, നിങ്ങൾ ഇതിങ്ങനെ ചെയ്യുമ്പം നിങ്ങൾക്കിപ്പോൾ മടുപ്പ് വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഫെയിൻഡ് ഔട്ട് ഓഫ് ഫോക്കസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തു, കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുടിച്ചു, ഒന്ന് പവറായിട്ട് തിരിച്ചു വരണം. നിങ്ങളിത് അതുപോലെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ ആൻസറിലേക്ക് ഇടിച്ച് കയറുമല്ലോ ചെയ്യേണ്ടത്. ആ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ പറയും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യം നിങ്ങൾ സ്കിപ്പ് ചെയ്തോ, നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് വന്നോളൂ. അങ്ങനെയാണ് ഹൈബ്രിഡ് ലേണിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് വരുന്നത്. അല്ലാണ്ട് ഈ വീഡിയോ ഇപ്പോൾ 1 മണിക്കൂറിനുണ്ടാവുക, 45 മിനിറ്റ് ഉണ്ടാവുക, സമയം കണ്ട് നിങ്ങൾ ബോധറിയല്ല. അത് പഠിക്കേണ്ട രീതി മനസ്സിലാക്കണം. ഓക്കെ ആണോടാ? അപ്പൊ ഓരോ ചോദ്യവും നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. ഓക്കെ ആണല്ലോ? ശരി, അപ്പൊ ഇതാ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ റിലേഷൻ. നമുക്ക് ഒരു സെറ്റ് കണ്ടീഷൻസ് പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തേത് സിമെട്രിക് ബട്ട് നൈദർ റിഫ്ലക്സീവ് നോർ ട്രാൻസിറ്റീവ്. സിമെട്രിക് ആയിരിക്കണം, പക്ഷെ എന്താവാൻ പാടില്ല? റിഫ്ലക്സീവ് ആവാൻ പാടില്ല, ട്രാൻസിറ്റീവ് ആവാൻ പാടില്ല. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം. ഫസ്റ്റ് 1 എടുത്തു. ഓക്കെ, കൺസിഡർ ദ റിലേഷൻ എ ഈക്വൽ ടു, ഒരു സെറ്റ് ഞാൻ എടുക്കുന്നു. സെറ്റ് 1, 2, 3 എന്ന് പറയുന്ന സെറ്റ് എടുത്തു. ഇതെന്തായിരിക്കണം? സിമെട്രിക് ആയിരിക്കണം, റിഫ്ലക്സീവ് ആവാൻ പാടില്ല, ട്രാൻസിറ്റീവ് ആവാൻ പാടില്ല. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? അപ്പോൾ ഇതാ ഞാൻ റിലേഷൻ ഇങ്ങനെ എടുക്കുന്നു. റിലേഷൻ എന്ന് പറയുന്നത് 2, 3 പിന്നെ 3, 2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം ഇത് റിഫ്ലക്സീവ് ആണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്തേ. റിഫ്ലക്സീവ് നോക്കുമ്പോൾ 1 ബിലോങ്സ് ടു എ ആണ്, പക്ഷേ 1 എന്ന് പറയുന്നത് എന്താണ്? ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. അപ്പൊ തന്നെ പറയാം ഇതെന്തല്ല, റിഫ്ലക്സീവ് അല്ല എന്ന് കണ്ണും പൂട്ടി പറയാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? സിമെട്രിക് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സിമെട്രിക്കിന്റെ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ റിലേഷൻ 2, 3 എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിലുണ്ട്. തിരിച്ചിട്ടാൽ കിട്ടുന്ന 3, 2 നമ്മുടെ റിലേഷനിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. വേറെ ഏതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്? അതിൽ 2 എലമെന്റ് നമ്മുടെ റിലേഷനിലുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് സിമെട്രിക് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ട്രാൻസിറ്റീവിന്റെ നോക്കുക. ട്രാൻസിറ്റീവ്, എടാ 2, 3, 3, 2 നമ്മുടെ റിലേഷനിലുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്?
ബിലോങ്സ് ടു ആർ ആണെങ്കിൽ 2 ബിലോങ്സ് ടു ആർ ആയിരിക്കണ്ടേ. പക്ഷേ ഇവിടെ 2 എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടോ? ഇല്ല. therefore ഇത് എന്തല്ല, ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാൻ പറ്റും. therefore this is the relation which is symmetric but at the same time neither reflexive nor transitive. ഇങ്ങനെയുള്ള എക്സാമ്പിൾ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവാണ് നിങ്ങൾ അവലംബിക്കേണ്ടത്. അപ്പൊ ഈ പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, സിമെട്രിക് ആവണമെങ്കിൽ ഇങ്ങനെയാണ്, അതേ സാധനം റിഫ്ലെക്സീവ് ആവാതിരിക്കണമെങ്കിൽ അതാണ് സംഭവിക്കേണ്ടത്, ട്രാൻസിറ്റീവ് ആവാതിരിക്കണമെങ്കിൽ ഇങ്ങനെ വരണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സാമ്പിൾ, ഏത് എക്സാമ്പിൾ വേണമെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാം. ഞാൻ ഈ എടുത്തു തന്നെ എടുക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, ഇത് വെറും ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ട്രാൻസിറ്റീവ് ബട്ട് നൈദർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക്. അതായത് ഒരു റിലേഷൻ ഉണ്ടാക്കാം, അത് ട്രാൻസിറ്റീവ് ആയിരിക്കണം, പക്ഷെ റിഫ്ലെക്സീവ് ആവാൻ പാടില്ല, സിമെട്രിക്കും ആവാൻ പാടില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി, അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ. ഓക്കെ, അപ്പൊ ഞാനിവിടെ എന്തെടുക്കുന്നു, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എടുക്കുന്നു. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഞാൻ എടുക്കുന്നു. എന്റെ റിലേഷൻ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ബി എന്ന് ഞാൻ എടുക്കുന്നു. കാരണം ഇവിടെ ട്രാൻസിറ്റീവ് ആകണം, സിമെട്രിക് ആവരുത്, റിഫ്ലെക്സീവ് ആവരുത്. അതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നതും എന്നാൽ ട്രാൻസിറ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്നതും എടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, റിഫ്ലെക്സീവ് ആണോ എന്നുള്ളത് നോക്കാം. നമ്മൾ ലെറ്റ് എ ബിലോങ്സ് ടു ആർ എന്ന് എടുക്കുന്നു. ലെറ്റ് എ ബിലോങ്സ് ടു ആർ, എ ലെസ് ദാൻ എ എന്ന് പറയുന്ന ശരിയാണോ? ശരിയല്ല. എ നോട്ട് ലെസ് ദാൻ, എ ഈക്വൽ ടു എ ആണ്, എ ലെസ് ദാൻ എ അല്ല. അപ്പൊ എ ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ എന്ന് പറയാൻ പറ്റും. therefore നോട്ട് റിഫ്ലെക്സീവ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്ത എന്താണ് മക്കളെ, സിമെട്രിക്കിന്റെ കേസ് നമുക്ക് ചെക്ക് ചെയ്യാം. ലെറ്റ് എ കോമ ബി ബിലോങ്സ് ടു ആർ. അതിന്റെ അർത്ഥം എന്താണെടാ? എ ലെസ് ദാൻ ബി എന്നാണ്. എ ലെസ് ദാൻ ബി ആണെങ്കിൽ ഇപ്പൊ 1 ലെസ് ദാൻ 2 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? 2 ഗ്രേറ്റർ ദാൻ 1 എന്നാണ്. 2 is not less than 1. അതായത് ഇവിടെ എന്ത് പറയാൻ പറ്റും? ബി ഈസ് നോട്ട് ലെസ് ദാൻ എ എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റും. ദാറ്റ് ഇംപ്ലൈസ് ബി കോമ എ ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ എന്ന് പറയാൻ പറ്റും. അതായത് ഇതെന്തല്ല, സിമെട്രിക് അല്ല എന്ന് ഇവിടെ നിന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി എന്താണ്, ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അതായത് എ കോമ ബി ആൻഡ് ബി കോമ സി ബിലോങ്സ് ടു ആർ എന്ന് എടുക്കാം. അതിന്റെ അർത്ഥം എന്താണ്? എ കോമ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ബി, ആൻഡ് ബി കോമ സി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ ബി ലെസ് ദാൻ സി. എ ലെസ് ദാൻ ബി ആ ബി ലെസ് ദാൻ സി എന്ന് പറയും. ഇത് രണ്ടും കൂടെ ചേർത്ത് ഇതും എന്ത് വരും? എ ലെസ് ദാൻ സി എന്ന് വരും. ദാറ്റ് മീൻസ് എ സി ബിലോങ്സ് ടു ആർ for all a b c belongs to real numbers എന്ന് പറയാനായിട്ട് സാധിക്കും. therefore ഇത് എന്താണ്? ട്രാൻസിറ്റീവ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ എടുത്തതാ ഈ റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്, ബട്ട് നോട്ട് സിമെട്രിക് ഓർ റിഫ്ലെക്സീവ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ എക്സാമ്പിളും ഉണ്ടാക്കുന്ന ആ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇത് കാണാപ്പാഠം പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്തെ ആ കൺസ്ട്രക്ഷൻ പ്രോസസ്സിനെ പറ്റിയുള്ള ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുണ്ടാക്കാം. ഈ എടുത്ത എക്സാമ്പിൾ തന്നെ മാത്രമേ പറയാവുള്ളൂ എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അത് എക്സാം സമയത്തല്ല വർക്കൗട്ട് ചെയ്യുന്നത്, പഠിക്കുന്ന കൂട്ടത്തിൽ അതിനെപ്പറ്റി അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ, പുതിയ എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓക്കെ ആണോ? ഇനി അടുത്തതിലേക്ക് നമുക്ക് വരാം. എന്താണ്? ദാ നോക്കിക്കേ മക്കളെ, അടുത്തത് എന്താണ്? തേർഡ് വൺ റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവും സിമെട്രിക്കും ആവണം, ട്രാൻസിറ്റീവ് ആവാൻ പാടില്ല. ഞാൻ എ ഈക്വൽ ടു സെറ്റ് 1 2 3 എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. സെറ്റ് 1 2 3 എന്ന് എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് 4 5 6 7 8 9 എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നതാ നോക്കുക. റിഫ്ലെക്സീവ് ആവണം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം. ഇത് മൂന്നും സിമെട്രിക്കുമാണ്. 1 1 തിരിച്ചിട്ടാ വീണ്ടും 1 1. അപ്പൊ 1 1 ഉണ്ടെങ്കിൽ 1 1 ഉണ്ട്, 2 2 ഉണ്ടെങ്കിൽ 2 2 ഉണ്ട്, 3 3 ഉണ്ടെങ്കിൽ 3 3 ഉണ്ട്. ഓക്കെ ആണോ? അപ്പൊ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക്കും ആണ്. ഇനി എന്താണ്? 1 2 ഉണ്ടെങ്കിൽ 1 2 ഞാൻ എടുത്താൽ അപ്പൊ തന്നെ 2 1 ഇട്ടോണം. റിഫ്ലെക്സീവിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി 1 2 എന്നൊരു വേറെ എലിമെന്റ് ഞാൻ എഴുതി കഴിഞ്ഞാൽ 2 1 അതിനകത്ത് അപ്പൊ തന്നെ എഴുതിക്കോണം. കാരണം സിമെട്രിക്കും റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക്കും ആണ്. ഇനി ഞാൻ 1 3 എന്ന പേരെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണ്?
3 1 എന്ന പേരുണ്ടാവണം. ഇത്രയും മതി. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഈ റിലേഷൻ നിങ്ങൾ നോക്കിക്കേ, ഇത് റിഫ്ലക്സീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ നോക്കിക്കേ, 1 1 1 ബിലോങ്സ് ടു എ ആണ്. 1 1 ഇതിൻ്റെ അകത്തുണ്ട്. 1 1 ബിലോങ്സ് ടു ആർ ആണ്. 2 ബിലോങ്സ് ടു എ ആണ്. 2 2 ഇതിൻ്റെ അകത്തുണ്ട്. ഇനി 3 ബിലോങ്സ് ടു എ ആണ്. 3 3 ബിലോങ്സ് ടു ആർ ആണ്. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് റിഫ്ലക്സീവ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി എന്താണ് മക്കളെ സിമട്രിക്കിന്റെ കാര്യം? നിങ്ങൾ നോക്കുക, ഇതിന്റെ അകത്ത് 1 1 എടുത്തു കഴിഞ്ഞാൽ തിരിച്ചിട്ടാ വീണ്ടും 1 1 ആണ് കിട്ടുന്നത്. 1 1 ബിലോങ്സ് ടു ആർ, 2 2 ബിലോങ്സ് ടു ആർ, 3 3ക്ക് നമ്മൾ റിഫ്ലക്ഷൻ നോക്കേണ്ട കാര്യമില്ല. 1 2 ബിലോങ്സ് ടു ആർ ആൻഡ് 2 1 ബിലോങ്സ് ടു ആർ ആണ്. അപ്പൊ 1 2 ഉണ്ടെങ്കിൽ 2 1 റിലേഷനിലുണ്ട്. അപ്പൊ അവിടെയും സിമെട്രിക്കിന്റെ കാര്യം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 1 3 ബിലോങ്സ് ടു ആർ ആണ് ആൻഡ് 3 1 ബിലോങ്സ് ടു ആർ ആണ്. അപ്പൊ അവിടെ റിഫ്ലക്സീവിന്റെ കാര്യം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ 1 1 2 2 3 3യും എന്താണ് സിമെട്രിക്കിന്റെ കാര്യം കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ റിലേഷൻ ഒരേ സമയം റിഫ്ലക്സീവ് ആണ് സിമെട്രിക്കും ആണെന്ന് പറയാൻ പറ്റും. ഇനി ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യുമ്പോൾ 1 1നും 2 2നും 3 3നും അങ്ങനെ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം നമുക്കത് കൃത്യമായിട്ട് കിട്ടും. അപ്പൊ 1 1 എന്നെടുത്തു. 1 തുടങ്ങുന്ന വേറെ ഏത് എലമെന്റ് ഉണ്ട്? 1 2 ഉണ്ട് അല്ലേ? 1 2 ഉണ്ട്. അതിൻ്റെ അകത്ത് 1 2 കൂടെ ചേർത്തിരിക്കും 1 2 വീണ്ടും ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെയല്ല നോക്കണം. നിങ്ങൾ നോക്കിയേ, ഇവിടെ സൂക്ഷിച്ച് നോക്കുക. ട്രാൻസിറ്റീവിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു പെയറിനെ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നോക്കുക. 2 1 1 3 അല്ലെ? 2 1 ആൻഡ് 1 3 ബിലോങ്സ് ടു ആർ ആണ്. അതായത് 2 1 ആ 1ൽ തന്നെയാണ് അടുത്തത് തുടങ്ങുന്നത്. ഇനി എന്താണ്? അപ്പൊ അതിൽ നിന്ന് 1 മാറ്റിക്കഴിഞ്ഞാൽ 2 3 റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. 2 3 റിലേഷൻ ഉണ്ടോടാ? ഡസ് നോട്ട് ബിലോങ്സ് ടു റിലേഷൻ ആണ്. therefore നോട്ട് ട്രാൻസിറ്റീവ്. ഇതെന്തല്ല? ട്രാൻസിറ്റീവ് അല്ല എന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറയുന്ന റിലേഷൻ എന്താണ്? ഒരേ സമയം റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. അത്രയേ ഉള്ളൂ. സെറ്റ് ആണോടാ? അതിന്റെ അടുത്ത കാര്യത്തിലേക്ക് വരാം. അപ്പൊ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 4ാമത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. ഒരു റിലേഷൻ കണ്ടുപിടിക്കണം. അത് റിഫ്ലക്സീവും ട്രാൻസിറ്റീവ് ആയിരിക്കണം, പക്ഷേ സിമെട്രിക് ആവാൻ പാടില്ല. ഞാൻ എടുക്കുന്നു A = സെറ്റ് 1 2 3 എന്ന് എടുത്തു. ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. ദാ നോക്കുക, 1 1 2 2 3 3 പിന്നെ 1 2 2 3 1 3. ഓക്കെ ആണല്ലോ? ഈ റിലേഷൻ ഞാൻ എടുക്കുന്നു. ഇത് റിഫ്ലക്സീവ് ആണോ നമുക്ക് നോക്കാം. റിഫ്ലക്സീവ് ആണോ നോക്കിക്കേ. 1 ബിലോങ്സ് ടു എ ആണ്. 1 1 ബിലോങ്സ് ടു ആർ ആണ്. 2 ബിലോങ്സ് ടു എ ആണ്. 2 2 ബിലോങ്സ് ടു ആർ ഉണ്ട്. 3 ബിലോങ്സ് ടു എ ആണ്. 3 3 ബിലോങ്സ് ടു ആർ ആണ്. അതായത് ഫോർ എവരി എ ബിലോങ്സ് ടു എ, ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഓർഡറുടെ പേര് നമ്മുടെ റിലേഷനിലുണ്ട്. therefore റിഫ്ലക്സീവ് ആണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിമെട്രിക്കിന്റെ കാര്യം നോക്കാം. 1 1ന്റെ അവിടെ സിമെട്രിക് നോക്കിയിട്ട് കാര്യമില്ല, തിരിച്ചിട്ടാലും 1 1. 2 2 നോക്കിയിട്ട് കാര്യമില്ല, തിരിച്ചിട്ടാലും 2 2. 3 3 നോക്കിയിട്ട് കാര്യമില്ല, തിരിച്ചിട്ടാലും എന്താണ്? 3 3 തന്നെയാണ്. ഇനി നിങ്ങൾ എടുക്കുക 1 2 എന്ന് പറയുന്ന എലമെന്റ്. നിങ്ങൾ എടുക്കുക 1 2 എന്ന് പറയുന്ന എലമെന്റ് റിലേഷനിലുണ്ട്. തിരിച്ചിട്ടാൽ കിട്ടുന്ന 2 1 റിലേഷനിലുണ്ടോ? ദാ നോക്കിക്കേ മക്കളെ, റിലേഷനിലില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതെന്തല്ല? നോട്ട് സിമെട്രിക് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് ഇത് ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളതാണ്. 1 1 ഇനി അടുത്തത് 1ൽ തുടങ്ങുന്ന എലമെന്റ് ഉണ്ടോ നോക്കിക്കേ. ഇതാ നോക്കുക, 1 1 എന്ന എലമെന്റ് ഞാൻ എടുത്തു. 1ൽ തുടങ്ങുന്ന വേറെ ചില എലമെന്റ് ഉണ്ടോ? ഉണ്ട്. 1 2 1 2. ഇതിന്റെ അകത്ത് നിന്ന് കോമൺ ഫസ്റ്റ് ഈ എലമെന്റും ചേർത്ത് നമുക്ക് കിട്ടുന്ന 1 2 നമ്മുടെ റിലേഷനിലുണ്ടോ? ഉണ്ട്. ഇനി 1ൽ തുടങ്ങുന്ന ഏത് എലമെന്റ് ഉണ്ടോ? ഉണ്ട്. 1 3 1 1 1 3 ബിലോങ്സ് ടു ആർ ആണ്. ഇതിനാണ് ഈ കോമൺ ആയിട്ടുള്ള ഈ 1ഉം ഈ 3യും കൂടെ കോമൺ ആയിട്ടുള്ള 1 1 മാറ്റി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന പേര് 1 3 ചേർത്തുകൊണ്ട് 1ഉം 3 ചേർത്ത് തുടങ്ങുന്ന പേര് 1 3 റിലേഷനിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ 1 തുടങ്ങുന്നതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ എന്തെടുക്കുന്നു? 2 2 എന്ന എലമെന്റ് എടുത്തു. 2ൽ തുടങ്ങുന്ന വേറെ എലമെന്റ് ഉണ്ടോ? 2 3 ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും മാറ്റി ബാക്കിയുള്ള ചേർത്ത് എഴുതിയാൽ 2 3 എന്ന പേര് കിട്ടും. അത് റിലേഷനിലുണ്ട്. 2ൽ തുടങ്ങുന്ന വേറെ ഏതെങ്കിലും പേരുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് 2 2ന്റെ കേസ് കഴിഞ്ഞു. ഇനി 3 3 ഞാൻ എടുത്തു. 3ൽ തുടങ്ങുന്ന വേറെ ഏതെങ്കിലും പേരുണ്ടോ? ഇല്ല. അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ എടുക്കുന്നു 1 2
പിന്നെ അപ്പൊ എന്തായി ടൂവിൽ തുടങ്ങുന്ന വേറെ എലമെന്റ് നോക്കുക 2 3 1 2 2 3 ബിലോങ്സ് ടു ആർ ആണ്. സോ അതിനകത്ത് കോമൺ 2 മാറ്റി കഴിഞ്ഞാൽ ബാക്കി രണ്ടും ചേർത്തുണ്ടാക്കുന്ന പേരായ 1 3 നമ്മുടെ റിലേഷനിലുണ്ടോ? റിലേഷനിലുണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പർട്ടിക്കുലർ റിലേഷൻ എന്ന് പറയുന്നത് ഒരേ സമയം റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ എന്തല്ല? സിമെട്രിക് അല്ല. റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, സിമെട്രിക് അല്ല. ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് എന്താണ്? അഞ്ചാമത്തത് സിമെട്രിക്കും ട്രാൻസിറ്റീവും ആയിരിക്കണം. നമുക്ക് റിലേഷൻ വേണം, സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആയിരിക്കണം, പക്ഷെ റിഫ്ലെക്സീവ് ആവാൻ പാടില്ല. മക്കളെ ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട്, അതാ നോക്കുക. ഞാൻ A = സെറ്റ് 1 2 3 എന്ന് എടുത്തു. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ ഈ 3ന് തൽക്കാലത്തേക്ക് അങ്ങ് മറന്നു കളയാ. 1ഉം 2ഉം കൊണ്ട് എഴുതാൻ പറ്റുന്ന ഇക്വലൻസ് റിലേഷൻ അങ്ങ് എഴുതിക്കേ. ആ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇക്വലൻസ് റിലേഷൻ ആണ്. അപ്പൊ 1ഉം 2ഉം മാത്രം വെച്ചുകൊണ്ട് എഴുതുന്ന ഇക്വലൻസ് റിലേഷൻ. 1 1 വേണം, 2 2 വേണം, ഓക്കെ, പിന്നെ 1 2 വേണം, 2 1 എഴുതി, ഓക്കെ, 1 1 2 2 1 1 2 2 1 2 2 1, പിന്നെ ഏതെങ്കിലും പിന്നെ ഇപ്പൊ റിഫ്ലക്സീവ് ആയി 1 2 ഉണ്ടെങ്കിൽ 2 1 വന്നു, 2 1 ഉണ്ടെങ്കിൽ 1 2 വന്നു, പിന്നെ ഓക്കെ ഇതാ ഇത് എഴുതി. ഓക്കെ ആണല്ലോ. ഇതാണ് ഞാൻ ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇത് സിമെട്രിക് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഇതിന്റെ സിമെട്രിക് കണ്ടീഷനെ പറ്റി ആദ്യം ചെക്ക് ചെയ്യാം. എടാ അതാ നോക്കിക്കേ, 1 1 1 1 തിരിച്ചിട്ടാലും എന്താണ്? 1 1 തന്നെയാണ് പറയുന്നത്. അപ്പൊ 1 1 സിമെട്രിക്കിനെ സാറ്റിസ്ഫൈ ചെയ്യും, 2 2 സിമെട്രിക്കിനെ സാറ്റിസ്ഫൈ ചെയ്യും, 1 2 ബിലോങ്സ് ടു ആർ ആണ്. അപ്പൊ തിരിച്ചിട്ട് കിട്ടുന്ന 2 1 റിലേഷനിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ഈ റിലേഷൻ, ഈ പർട്ടിക്കുലർ റിലേഷൻ സിമെട്രിക് എന്ന് പറയുന്ന വസ്തുത കൃത്യമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമുക്ക് എന്താണ്? ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. ട്രാൻസിറ്റീവ്, ഞാൻ എന്താ 1 1 എടുക്കുന്നു. 1ൽ തുടങ്ങുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. 1 2 1 1. ഇനി ഇത് രണ്ടും ചേർന്ന് ഇതിനകത്ത് ആ കോമൺ 1 അങ്ങ് മാറ്റിക്കുക, ബാക്കി പെയർ, ബാക്കി ചേർത്തുണ്ടാക്കുന്ന പെയർ 1 2 റിലേഷനിലുണ്ട്. ഇനി 1ൽ തുടങ്ങുന്ന ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്ത് നമ്മൾ എന്തെടുക്കുന്നു? 2 2. ഓക്കെ, 2 2 എടുക്കുമ്പോൾ 2ൽ തുടങ്ങുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ? 2 1. ഓക്കെ, ഈ കോമൺ 2 മാറ്റി കഴിഞ്ഞാൽ ബാക്കി രണ്ടും ചേർത്തുണ്ടാക്കുന്ന പേര് 2 1ഉം ഇതിന്റെ അകത്തുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് എന്താണ്? 1 2 എന്ന എലമെന്റ് എടുക്കുന്നു. 2ൽ തുടങ്ങുന്ന ഏതൊക്കെ എലമെന്റ് ഉണ്ട്? 2 2 എന്ന് പറയുന്ന എലമെന്റ് 2ൽ തുടങ്ങുന്നതാണ്. ഈ കോമൺ 2 മാറ്റി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഏതാണ്? 1ഉം 2 ആണ്. അതും നമ്മുടെ റിലേഷനിലുണ്ട്. വീണ്ടും ഈ 1 2 അവിടെ വെച്ചുകൊണ്ട് 2ൽ തുടങ്ങുന്ന വേറെ എലമെന്റ് ഉണ്ടോ? ഉണ്ട്. 2 1 ഉണ്ട്. ആ കോമൺ 2 മാറ്റി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന 1 1 നമ്മുടെ റിലേഷനിലുണ്ടോ? ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി വീണ്ടും ഞാൻ 2 1 എടുക്കുന്നു. 1ൽ തുടങ്ങുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഏതാണ്? 1 1 ഉണ്ട്. അപ്പൊ ഈ കോമൺ ആയിട്ടുള്ള 1 അങ്ങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന 2 1 നമ്മുടെ റിലേഷനിലുണ്ടോ? ഉണ്ട്. വീണ്ടും 1ൽ തുടങ്ങുന്ന എലമെന്റ് ഉണ്ടോ? 1 2 ഉണ്ട്. ഈ കോമൺ ആയിട്ടുള്ള 1 മാറ്റി ബാക്കി രണ്ട് പേര് ചെയ്താൽ 2 2, അതും റിലേഷനിലുണ്ട്. അതായത് ഇതിന്റെ അകത്തുള്ള ഏതൊരു ഓർഡേഡ് പെയർ എടുത്തു കഴിഞ്ഞാലും, അതായത് ഈ റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് എന്ന് പറയുന്ന വസ്തുത കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഫോർ ഓൾ ABC ബിലോങ്സ് ടു എ നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ട്രാൻസിറ്റീവിന്റെ കാര്യം വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? റിഫ്ലെക്സീവിന്റെ കാര്യം ഒന്ന് പരിശോധിക്കാം. റിഫ്ലെക്സീവ് എടാ ഇവിടെ നിങ്ങൾ 1 ബിലോങ്സ് ടു എ ആണ്, എന്നാൽ 1 1 ഉണ്ടോ? 1 1 ഉണ്ട്. 2 ബിലോങ്സ് ടു എ ആണ്, 2 2 ഉണ്ടോ? 2 2 ഉണ്ട്. 3 ബിലോങ്സ് ടു എ ആണ്, പക്ഷേ 3 3 എന്ന് പറയുന്ന എലമെന്റ് ഇല്ല, റിലേഷൻ ഇല്ല. Therefore ആ ഒരൊറ്റ വസ്തുത കൊണ്ട് നോട്ട് റിഫ്ലെക്സീവ് എന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. അതായത് ഈ പറഞ്ഞ റിലേഷൻ സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷേ റിഫ്ലെക്സീവ് അല്ല. എങ്ങനെ ഉണ്ടാക്കുന്നത് മനസ്സിലായോ? 1 2 3 എന്ന് പറയുന്ന സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് 1ഉം 2ഉം മാത്രം, ആ സെറ്റിനെ മാത്രം കൺസിഡർ ചെയ്തുള്ള ഇക്വലൻസ് റിലേഷൻ എഴുതുക. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 3 3 എന്ന് പറയുന്നത് റിഫ്ലെക്സീവിനെ വിരുദ്ധമായിട്ട് നിൽക്കുന്ന എലമെന്റ് ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അതുകൊണ്ട് സിമെട്രിക്കും ട്രാൻസിറ്റീവും ആകുന്നതും എന്നാൽ റിഫ്ലെക്സീവും അല്ലാത്തതുമായിട്ടുള്ള റിലേഷൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും.